ടെക്കിന്റെ എക്സാവണം പൊളിക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വൈബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഓണം വൈബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. എന്നും എപ്പോഴും വ്യത്യസ്തമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന എക്സാടെക് ഇതാ ഇത്തവണയും ഒരു രക്ഷയുമില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും വൈബായിട്ട് കളറായിട്ടാണ് ഇത്തവണ എക്സാടെക് വരുന്നത്. അപ്പോൾ ഓണം തുടങ്ങല്ലേ, എക്സാവണം തുടങ്ങല്ലേ? അപ്പൊ എങ്ങനെ ഇതാണ് വൈബ്. അപ്പോ ആഘോഷങ്ങൾ കാണാം, ഒരുപാട് കാഴ്ചകളുണ്ട്, വായോ കാണാം. ഓണം എങ്ങനെയുണ്ട്? ഓണം പൊളിമൂട്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കളറാക്കിയപ്പോ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? അടിപൊളി. എക്സാടെക്കിൽ ഇപ്പൊ വന്നിട്ട് ഓണം ആഘോഷിക്കുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, അത് മാത്രമേ പറയുള്ളൂ. സൂപ്പർ, അടിപൊളി. ഓണം കളറാണ്. സദ്യ കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോണേ. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെ അപ്പൊ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ അടിച്ചു പൊളിച്ചു. അപ്പൊ ഇത്രയും കുട്ടികളെ മുന്നിലൊക്കെ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്തു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇത് ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയ്ക്കും ഗംഭീരായിരുന്നു. ഒരു ഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും ഉണ്ട്, ദെൻ സ്റ്റുഡൻസും കൂടെ വെച്ചിട്ടാണ് ഒരു ഗ്രാൻഡായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനേക്കാളും ഇനി അടുത്ത വർഷം കുറച്ചുകൂടെ ഗ്രാൻഡാക്കി സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എല്ലാവരുടെ ഒരു സപ്പോർട്ടും വേണം. പ്രതീക്ഷയില്ല. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ടെക്നോ പാർക്കിൽ ഒരു ചെറിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഇത്രയും പേരെ വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുക എന്ന് പറയുന്നതിൻ്റെ അത് ചെറിയ കാര്യമല്ല. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ടെക്നോ പാർക്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എക്സാടെക് നടത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതും ചെറിയൊരു കാര്യമല്ല. 10 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ, അത് വെഞ്ഞാറമൂടും പട്ടത്തും ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നടത്താന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. സൂപ്പർ. എത്ര തരം പായസം ഉണ്ടായിരുന്നു? 2. ഇല്ല, ഇനി കളിക്കും. കഴിഞ്ഞ വർഷത്തെക്കാളും ആള് ഉണ്ട്, ഇനിയും അടുത്ത വർഷമാകുമ്പോൾ ഇതിനേക്കാളും കൂടുതലുണ്ട്. വർഷവും ഓണാഘോഷത്തിനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും വേക്കൻസി ഒക്കെ വന്നാലും ഉടനെ പഞ്ചായത്തിനെ വിളിച്ചറിയിച്ച് നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രവണത കൂടിയുണ്ട് നമ്മുടെ എക്സാടെക്കിന്. എന്ന് പറഞ്ഞാൽ ടീനേജ് കുട്ടികളോടൊപ്പം നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റി. അതാണ് എൻ്റെ ഒരു അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. സ്റ്റേജൊക്കെ ഡാൻസ് കളിച്ചോ? ഇനി ഡാൻസ് ഇല്ലേ? ഒരെണ്ണോടുണ്ട്. സദ്യ കഴിച്ചിട്ട് ഡാൻസ് കളിക്കും. സദ്യ അടിപൊളി. കള്ളം സത്യം പറയാം. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അടിപൊളിയായിരുന്നു. സദ്യ എങ്ങനെയുണ്ട്? എത്ര ഡാൻസ് ബാക്കിയുണ്ട്? ഒരെണ്ണം കൂടെ ഉണ്ട്. സമയം എങ്ങനെയാ? ഓഫീസിലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്റ്റാഫ്സ് കൂടി, ഒത്തിരി ആൾക്കാർ റിക്രൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു. ഒരു മോർ ദാൻ 150 ആൾക്കാരാണ് ഇപ്പോൾ സഹകരിക്കുന്നത്. അപ്പോൾ നൈസ്. അതെ, വൈഡാക്കി. അതെ നൈസ്. ഓക്കെ.